2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7-ന് അഹമ്മദാബാദിലാണ് കലാശ പോരാട്ടം. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം ആവുകയാണ്. ഈ 2020 കപ്പ് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ഉയർത്താൻ സാധിച്ചാൽ അത് ചരിത്ര നേട്ടം കൂടിയാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. ചരിത്രത്തിലാദ്യമായി ഒരു 2020 കിരീടം നിലനിർത്തുന്ന ടീം എന്ന റെക്കോർഡ് കൂടി ഇന്ത്യക്ക് സ്വന്തമാകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ആണ് ചേരുന്നത്. ഹരി, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാകുന്ന ഒരു പോരാട്ടം ആണ്. പ്രത്യേകിച്ച് കിരീടം നിലനിർത്തുന്ന ടീം എന്ന ഒരു നേട്ടത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ടീം പുറപ്പെട്ടത്. എന്നാൽ അതിനുശേഷം അത് നിരാശപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. പിന്നീട് മത്സരത്തിൻ്റെ ജയം അനിവാര്യമായി വരുന്നു. എതിരാളികളുടെ ജയവും തോൽവിയും നിർണായകമാകും എന്ന് കണക്ക് കൂട്ടുന്നു. വലിയൊരു തിരിച്ചുവരവ് ടീം ഇന്ത്യ നടത്തുന്നു. കരുത്തന്മാരെ തോൽപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഫൈനലിൽ എത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്താണ് സാഹചര്യം? പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമാണ്. കാരണം ഹോം ഗ്രൗണ്ടാണ്, അഹമ്മദാബാദിൽ തന്നെയാണ് കളി, ഇന്ത്യൻ കണ്ടീഷൻസ് ആണ്. മാത്രമല്ല ന്യൂസിലൻഡിനേക്കാൾ ശക്തമാണ് ഇന്ത്യ. അതിപ്പോൾ പേപ്പേഴ്സിൽ എടുത്ത് നോക്കിയാൽ പോലും, നമ്മളിപ്പോൾ ഇതുവരെയുള്ള മാച്ച് ഫോം എടുത്ത് നോക്കിയാലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. അതാണ് സാഹചര്യം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ ടൂർണമെൻറ്റിൽ മാറിയെന്നാണ് അവർ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിൻ്റെ തോൽവി, അത് തന്നെയാണ് ഇന്ത്യക്ക് ഈ ഒരു വലിയ തിരിച്ചുവരവിന് കാരണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു തോൽവി ഉണ്ടായിരുന്നില്ലെങ്കിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് വരില്ലായിരുന്നു. കാരണം ആ തോൽവി കാരണം മാത്രമാണ് റിങ്കു സിംഗിനെ ടീമിൽ നിന്ന് മാറ്റുന്നതും സഞ്ജു സാംസനെ ടീമിൽ നിന്ന് കൊണ്ടുവരുന്നതും. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിക്കോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ആയിക്കോട്ടെ, നമ്മൾ കാണുന്നത് ഇന്ത്യൻ ടീമിനെ തോളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മലയാളി താരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഇന്നിങ്സുകളാണ്. ഒന്ന് 97 നോട്ട് ഔട്ട് 50 പന്തുകളിൽ നിന്ന്, മറ്റത് 42 പന്തുകളിൽ നിന്നും 89 റൺസ് എന്ന അടുപ്പിച്ച് രണ്ട് ഇന്നിങ്സുകളിൽ കളിച്ച ഒരു ഗംഭീരമായ മത്സരം തന്നെയാണ്. അപ്പോൾ 166 റൺസാണ് രണ്ട് മത്സരങ്ങളിൽ നിന്നും മാത്രമായി, 186 റൺസ് മാത്രമാണ്. അതിനേക്കാൾ ഉപരി 186 റൺസ് രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയ ആ രണ്ട് ഇന്നിങ്സുകളുടെ ഫലത്തിൽ ഇപ്പോൾ സഞ്ജു സാംസൺ എത്തി നിൽക്കുന്നത് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിൻ്റെ അർഹനാവാനുള്ള കൈകളിലേക്കാണ്. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, പലരും ഇപ്പോൾ ICCയുടെ ലോഗിനിൽ കയറിയിട്ട് സഞ്ജു സാംസണിന് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യ ജയിക്കുന്നതിന് ഒപ്പം തന്നെ ഒരു മലയാളി താരത്തിന് T20 ലോകകപ്പിന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡും കൂടെ കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി മത്സരത്തിലേക്ക് വരുമ്പോൾ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം, ഇന്ത്യക്ക് കഴിഞ്ഞ 20 മത്സരങ്ങളിൽ നിന്ന്, ലാസ്റ്റ് 20 മത്സരങ്ങളിൽ 2 പരാജയങ്ങളാണുള്ളത്. ആ 2 പരാജയങ്ങളും സംഭവിച്ചത് ഇതേ ഗ്രൗണ്ടിലാണ് എന്ന് പറയേണ്ടി വരും. ഈ ലോകകപ്പിൽ തന്നെ ഇന്ത്യ പരാജയം അറിഞ്ഞത് ഇതേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. സൗത്ത് ആഫ്രിക്ക ഹരി ഇത് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് കളിക്കളത്തിൽ കരുത്ത് കാണിക്കുക എന്നത് മാത്രമാണ് എന്ന് പറയുമ്പോഴും ഈ താരങ്ങളിൽ ചിലരെങ്കിലും ഇത്തരം നിമിത്തങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പിന്തുടരുന്നവർ ആണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കളിയെഴുത്തുകാരും ചിലപ്പോഴെങ്കിലും ഇത് ഭാഗ്യ ഗ്രൗണ്ടല്ല, ഭാഗ്യ ഗ്രൗണ്ട് എന്നൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അത് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിശീലനത്തിനെത്തിയ ടീം അവസാന നിമിഷം ഹോട്ടൽ മാറി. ആ ഹോട്ടൽ ഒരു ഭാഗ്യമുള്ള ഹോട്ടലല്ല എന്ന നിലയിൽ പോലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അല്ലാതെ ഇന്ത്യൻ ടീം എപ്പോഴും ഭാഗ്യത്തിനനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. അത് നമ്മളിപ്പം പഴയ 1983 കൃഷ്ണമാചാരി ശ്രീകാന്ത് തന്നെ പറയാറുണ്ട്, ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് പല പ്ലെയേഴ്സിനെയും തഴഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫോം ഔട്ടൊന്നും കൊണ്ടല്ല, പക്ഷേ 1983 ശേഷം 85 തൊട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 83-ലാണല്ലോ ഇന്ത്യയുടെ ക്രിക്കറ്റിംഗ് ഉദയം എന്ന് പറയുന്നത്, ആ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം. അതിനുശേഷം ഇങ്ങനെ സൂപ്പർസ്റ്റിഷൻസും ബിലീഫ്സൊക്കെ പല കോച്ചുകളും ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകാറുണ്ടതായിട്ട് അന്നോട്ടുള്ള കേൾവിയാണ്. അത് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ ഹോട്ടൽ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് സാനറൊക്കെ ചിരിച്ച് തള്ളിയ ഒരു കേസാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ ടീം വിശ്വസിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഗ്രൗണ്ടിൽ അഭിലാഷ് ഇത് പറയേണ്ട കാരണം ഇതൊരു സൂപ്പർസ്റ്റിഷനോ ബിലീഫോ മാത്രമല്ല. കാരണം ഈ ഗ്രൗണ്ട് ഒന്നാമത് ഇത് വലിയ ഗ്രൗണ്ടാണ്. സാധാരണയായി കളിക്കുന്നത് പോലത്തുള്ള ഒരു 65 മീറ്റർ 70 മീറ്റർ അതല്ല, ഒരു കുറച്ചുകൂടെ ഈ 70 മീറ്റർ ഗ്രൗണ്ട് എന്നൊരു വിസ്തീർണ്ണം ഉണ്ട്. സാധാരണയായി നമ്മൾ ഈഡൻ ഗാർഡൻസിലോ വാങ്കഡയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലെങ്ത് അല്ല ഇത്. മൊത്തത്തിൽ ഒരു ലെങ്ത് കൂടുതലാണ്. 74 മീറ്ററാണ് അതിൻ്റെ സ്ട്രെയിറ്റ് ഒക്കെ
ഒക്കെ വരുന്നത്. അപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. മാത്രമല്ല ഇത്രയും പാക്ഡ് ക്രൗഡാണ്, ഒരു 75,000-80,000 എങ്കിലും നമ്മളൊരു അറ്റൻഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് 3 പിച്ചുകളുണ്ട്, റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ഹൈബ്രിഡ് സോയിൽ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് സോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടത് ഈ ബ്ലാക്ക് സോയിൽ പിച്ചിലാണ്. അത് നമുക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഒരു പിച്ചാണ് അത്. റെഡ് സോയിൽ ആവട്ടെ ബാറ്റേഴ്സിന് ഗുണകരമായിട്ട് മാറും, എന്നാൽ പോലും സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ വിക്കറ്റ് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനലിന് വേണ്ടിയിട്ടുള്ള പിച്ചാണ്, അപ്പോൾ നേരത്തെ സെറ്റ് ആകുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഒരു തരത്തിലും ഈ പിച്ചുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നലെയാണ് ഇതൊരു ബാറ്റിംഗ് പിച്ചായി ഒരുക്കാമെന്നുള്ള രീതിയിലേക്ക് ക്യൂറേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എത്രയാണ് റൺസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇഫ് ബാറ്റിംഗ് ഫസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പോലും 220, 230, 250 എന്നുള്ള രീതിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സന്തോഷമുണ്ട്, എത്തിയ കൊള്ളാറുണ്ട്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതായത് ഹരി, പൊതുവെ നമുക്കറിയാമല്ലോ ഇപ്പോൾ 50 ഓവർ ക്രിക്കറ്റിനപ്പുറത്ത് 2020 വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഗെയിമിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ബാറ്റിങ്ങിലെ ബ്യൂട്ടി തന്നെയാണ്. അതിനപ്പുറത്ത് ബൗളിങ്ങിൽ കരുത്തുള്ളവരുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ സ്കോർ ആദ്യമേ തന്നെ വിജയലക്ഷ്യമായി മുന്നോട്ട് വെച്ചാൽ പിന്നീട് ആ കളിയുടെ ഒരു ആവേശം കെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇതൊരു മത്സരമാണ് എന്ന് പറയുമ്പോൾ പോലും ആ മത്സരത്തിന് കൂടുതൽ ആരാധകർ ഉണ്ടാകേണ്ടതുണ്ട്, കളി കൂടുതൽ ഇഷ്ടപ്പെടേണ്ടവരുണ്ട്, കൂടുതൽ ആളുകൾ ഈ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വരേണ്ടതുണ്ട്. അവിടെയാണല്ലോ ഈ ബാറ്റിംഗ് പിച്ചുകളുടെ പ്രാധാന്യം. രണ്ട് തരത്തിലും നമുക്കത് വിലയിരുത്താം. ഒന്ന്, നമ്മളൊരു ഇംഗ്ലണ്ട് പാകിസ്ഥാൻ മത്സരം ഈ ടൂർണമെൻറ്റിൽ കണ്ടതാണ്. ലോ സ്കോറിംഗ് ഗെയിമായിരുന്നു, പക്ഷേ അതിഗംഭീരമായ മത്സരങ്ങളിലൊന്നായിരുന്നു. നേരെ മറിച്ച് നമുക്ക് വേറൊരു കളി പറയാനുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ലാസ്റ്റ് ഗെയിമാണ്. 500 മുകളിൽ റൺസ് പോയ മത്സരമാണ്. അത് ലാസ്റ്റ് പന്ത് വരെ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചത് നമുക്കറിയാം. അപ്പോൾ ബാറ്റിംഗ് പിച്ചായാലും ബൗളിംഗ് പിച്ചായാലും അൾട്ടിമേറ്റ്ലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന രീതിയിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ എല്ലാ പന്തുകളും എൻഗേജിങ് ആവുന്ന രീതിയിൽ T20 ക്രിക്കറ്റ് മാറിയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ക്യൂറേറ്റേഴ്സ് പലരും ഫോഴ്സ്ഡ് ആവുകയാണ് ബാറ്റിംഗ് പിച്ച് ഒരുക്കാനായിട്ട്. കാരണം റൺസ് കൂടുതൽ എത്തുക എന്നതാണ് ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ കാണാൻ താല്പര്യം. നമുക്ക് വിക്കറ്റ്സ് വീഴുന്നതിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് 6ഉം 4ഉം ഒക്കെ പോകുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്പിരിറ്റ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും കൂടി എടുക്കുന്നതിന് ശേഷമാണ് 80% ഒരു ബാറ്റിംഗ് പിച്ച് കളിക്കുന്ന രീതിയിലേക്ക് പല ക്യൂറേറ്റേഴ്സുമാരും മാറ്റുന്നത്. ഇപ്പോൾ ഒരു കളിയിൽ 200 റണ്ണിന് മുകളിൽ പോയില്ലെങ്കിൽ ക്യൂറേറ്റർമാർക്കാണ് പഴി. എന്തുകൊണ്ട് നിങ്ങൾ ബാറ്റിംഗ് പിച്ച് ഒരുക്കിയില്ല എന്ന ചോദ്യങ്ങൾ പോലും വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇതിൻ്റെ പല ബിസിനസ് ആസ്പെക്ട്സ് പലതും ഉണ്ടാകും. പക്ഷേ ആസ് എ ക്രിക്കറ്റ് രണ്ടും നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ഇതൊരു ബാറ്റിംഗ് പിച്ച് ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഹമ്മദാബാദിൽ വലിയൊരു ഡ്യൂ ഫാക്ടർ പ്ലേ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാലും ഡ്യൂ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം നിർണായകമായിരിക്കും ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. പക്ഷേ സൂര്യകുമാർ യാദവ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ക്യാപ്റ്റനാണ്. ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ വാങ്കഡയിൽ ഡ്യൂ ഫാക്ടർ നല്ലോണം ഉള്ള സമയത്ത് പോലും സൂര്യ പറഞ്ഞിരുന്നൊരു കാര്യം, ടോസ് നഷ്ടപ്പെട്ടു, ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങി. അപ്പോൾ സൂര്യ പറഞ്ഞത് ടോസ് ജയിച്ചിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ബാറ്റിംഗ് എടുത്തേനെന്നുള്ളതാണ്. ഡ്യൂ ഫാക്ടർ അത്രയും ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു തീരുമാനം ക്യാപ്റ്റൻ എടുക്കുമ്പോഴാണ് അതെന്താണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എന്ന് ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ടോസ് വളരെ നിർണായകമായ ഒരു ഫാക്ടറായി മാറും ഇന്നത്തെ മത്സരത്തിൽ നിന്ന്. കാരണം ഇന്ത്യ ടോസുകൾക്ക് അതീതമായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആസ് എ ടീം നമ്മൾ പറയുന്നത് വരുൺ ചക്രവർത്തി എന്നൊരു പേര് കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിൽ നിന്നും 61 റൺസാണ് വഴങ്ങിയത്. വരുണിനെ മാറ്റുമോ എന്ന ചോദ്യത്തിനും കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ സൂര്യ പറഞ്ഞിരുന്ന മറുപടി വരുണിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ടീമിൽ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഉണ്ടാവില്ല എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു സൂര്യയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു കമ്പൈൻഡ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നൊരു ടീമാണ്. ഈ 11 അംഗങ്ങളിൽ നിന്നും ഞങ്ങൾ ആരെയും മാറ്റുന്നില്ല, ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതേ വിന്നിംഗ് കോമ്പറ്റീഷനുമായിട്ട് തന്നെ ന്യൂസിലൻഡിനെതിരെ കളിക്കും എന്നതും കൂടി വ്യക്തമാക്കുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഇപ്പോഴത്തെ ടീം ഘടനയിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഹരി പറഞ്ഞു വെക്കുന്നതനുസരിച്ച് നമ്മുടേത് ഇപ്പോൾ അഹമ്മദാബാദിലേതൊരു ബാറ്റിംഗ് പിച്ച്, അവിടെ വലിയ ഗ്രൗണ്ടാണ് എങ്കിൽ പോലും അതിനു വേണ്ട ഒരു പിച്ചാണ് ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ സ്ട്രക്ചറിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്നതിലേക്ക് നമുക്ക് വിശദമായി വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.